നമസ്കാരം. ഇന്ന് ഞാൻ വേറിട്ടൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മഹാഭാരതത്തിലെ കൗരവരും പാണ്ഡവരും ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചു വരും 12 വർഷത്തിന് ശേഷം. അപ്പം രാജാവായിരുന്ന ധൃതരാഷ്ട്രര് യുവരാജാവിനെ പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലോട്ടെത്തും. പുത്രവാത്സല്യം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രര് ദുര്യോധനെ എങ്ങനെയെങ്കിലും യുവരാജാവാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് പോകുന്നത്. ശകുനിയും അതിന് തന്നെയാണ് കൂടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്ന സമയത്ത് ഭീഷ്മർക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടാകും. കാരണം ദുര്യോധൻ ഒരു വിവരമില്ലാത്തവനാണെന്നും ദുര്യോധനൻ ഒരു എടുത്തുചാട്ടക്കാരനാണെന്നും അവൻ ആ രാജ്യം നശിപ്പിക്കുമെന്നുള്ളതും ഗുരുവംശം നശിപ്പിക്കുമെന്നുള്ളതും ഭീഷ്മർക്കറിയാം. പഞ്ചപാണ്ഡവരിലെ യുധിഷ്ഠിരനാണ് സത്യത്തിൽ യോഗ്യതയുള്ളത്. പാണ്ഡു ഇല്ലാത്തതുകൊണ്ട് ധൃതരാഷ്ട്ര രാജാവായി ഇരിക്കുന്നത് കൊണ്ടും തീരുമാനങ്ങൾ ദുര്യോധന അനുകൂലമായിട്ട് മാറും. ആ സമയത്ത് ഭീഷ്മരുടെ വിഷമം കണ്ടിട്ട് അർജുനൻ വന്ന് ചോദിക്കും, മഹാത്മാവെ അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനും എൻ്റെ 4 സഹോദരങ്ങളും ആയുധമെടുത്ത് ഈ അധികാരം യുധിഷ്ഠിരന് നേടിക്കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഭീഷ്മർ പറയും, അർജുന പുത്ര, നീയും നിൻ്റെ 5 സഹോദരന്മാരുമല്ല ഈ പട മൊത്തം, ഈ സൈന്യം മൊത്തം ഈ രാജ്യത്തിന് നേരെ തിരിഞ്ഞാലും അവർക്കെതിരെ നിൽക്കുന്നത് ഞാനായിരിക്കും. കാരണം എൻ്റെ പ്രതിജ്ഞ എങ്ങനെയാണ്, ഹസ്തിനപുരിയെ കാത്തു സൂക്ഷിച്ചോളാമെന്നുള്ളതാണ് ഭീഷ്മരുടെ പ്രതിജ്ഞ മരണം വരെ. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഞാനായിരിക്കും. എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ കൂടെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനും കഴിയത്തില്ല, നിങ്ങൾക്ക് ഈ രാജ്യം കീഴടക്കാനും കഴിയത്തില്ല. അത് സത്യമാണ് കേട്ടോ. ഭീഷ്മർ ആ പറഞ്ഞ സത്യമാണ്. പക്ഷേ അതിലുള്ളൊരു ദൈവത്തിൻ്റെ കളി എന്താണെന്നറിയുമോ? ആ സമയത്ത് ദ്വാരകയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. എന്തിന്? പാണ്ഡവർക്കൊരു സപ്പോർട്ടായിട്ട്. മനസ്സിലായില്ലേ? കഥ മാറുന്നത് അവിടെ നിന്നാണ്. മഹാഭാരതത്തിൽ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാമെന്ന് ഭീഷ്മർ പറയുമ്പോൾ ഭഗവാൻ രഥത്തിലേറി ദ്വാരകയിൽ നിന്ന് ഹസ്തിനാപുരത്തിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടപ്പാക്കാൻ ദൈവവിധി ഉണ്ടെങ്കിൽ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തേരിൽ കയറി നമ്മളെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം.